ഹായ്, എല്ലാവർക്കും നമസ്കാരം. മുതുകാട് വിഷയം സോഷ്യൽ മീഡിയ പേജുകളിൽ മലയാളികൾ ഓണക്കാലത്ത് ലക്ഷങ്ങൾ പൊളിച്ച് ഓണാഘോഷം നടത്തുന്നത് പോലെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. വിരലിൽ എണ്ണാവുന്ന മുതുകാടിനെ അനുകൂലിച്ചെഴുതുന്നവർ ഒഴികെ ബാക്കി എല്ലാവരും മുതുകാട് എന്തോ വൻ ഭീകര കുറ്റകൃത്യം ചെയ്തതുപോലെയാണ് എഴുതി വിടുന്നത്. അങ്ങേര് ചെയ്ത 3-4 തെറ്റുകൾ ഞാനിവിടെ താഴെ പറയാം. അങ്ങേര് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് തോന്നുന്ന ഒന്ന്, കുറെ സുഖമില്ലാത്ത കുട്ടികളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അവർക്ക് കഴിവുള്ള മേഖലയിൽ കൃത്യമായി ട്രെയിനിങ് കൊടുത്ത് അവരുടെ കഴിവിനെ മാക്സിമം പുറത്തെടുത്ത് കലാപരമായും കായികപരമായും സാധാരണക്കാരിലേക്ക് അവരെ കൂടി ഇറക്കുവാൻ പ്രാപ്തരാക്കുവാനും വേണ്ടി അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉള്ള സ്ഥലവും സാഹചര്യങ്ങളും ഉപകരണങ്ങളും ഉൾപ്പെടെ ഒരു സ്ഥാപനം നടത്തിയതാണ് ഒരു തെറ്റ്. ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ഒരിക്കലും തങ്ങളുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട തരത്തിൽ പ്രോത്സാഹനം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളിൽ ഒരാളെയും അവിടെ സംരക്ഷിച്ച് അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് കഴിവുള്ള മേഖലയിൽ അവർക്ക് കഴിവ് തെളിയിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്തത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, മാജിക്ക് നടത്തി അതിലൂടെ സ്വന്തമായി കിട്ടിയ ധാരാളം സ്വത്തുക്കളും പണവും സ്ഥലങ്ങളും ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി കളഞ്ഞു കുളിച്ചത്. നാലാമത്തെ തെറ്റ്, മജീഷ്യൻ പരിപാടിയിലൂടെ ലോകത്തിന്റെ നാനാകോണിലുമുള്ള വലിയ തന്റെ സുഹൃത്ത് ബന്ധം മൂലം അവരിലൂടെ സാധാരണക്കാരൻ വിചാരിക്കുന്നതിനേക്കാട്ടിലും വളരെയധികം പണം അവർ ഇങ്ങേരിലുള്ള ഈ വിശ്വാസം മൂലം ഈ സ്ഥാപനത്തിലേക്ക് കൊടുത്തത്. അത് മുഴുവൻ തൻ്റെ പോക്കറ്റിലാക്കാതെ സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴി ആ സ്ഥാപനത്തിലേക്ക് സ്വീകരിക്കുന്നത്. ഇനിയും അഞ്ചാമത്തെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്, സ്വന്തം പണിയും വരുമാനവും സ്വന്തമായുള്ള സ്വത്തും കൂടി കളഞ്ഞിട്ട് നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഈ പാവം കുട്ടികളെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചതിന് പറയാൻ ഇനിയുമുണ്ട് ധാരാളം. ഇനിയും ബാക്കി മറുനാടൻ ഇന്ന് പ്രസിദ്ധീകരിച്ച തൻ്റെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. കാരണം മുതുകാട് സംബന്ധിച്ച വാർത്തകൾ വീണ്ടും വീണ്ടും ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ ബാലൻസ് ഇടണമെന്ന് വെച്ചിരുന്നപ്പോഴാണ് മറുനാടൻ്റെ ഇന്നത്തെ ഈ വാർത്ത കണ്ടത്. മറുനാടൻ അതിനകത്ത് JS അടൂർ എന്ന വ്യക്തി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിനെ പറ്റി അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് മാജിക് പ്ലാനറ്റ് സന്ദർശിക്കുകയും, അതായത് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ ഫേസ്ബുക്കിന് താഴെ പോലും ഞാൻ കമൻറ്റുകൾ കണ്ടായിരുന്നു. ഇന്നല്ല, അദ്ദേഹം അന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പിറ്റേന്ന് തന്നെ മാജിക് പ്ലാനറ്റ് സന്ദർശിച്ചിരുന്നു, ഏകദേശം 10-ാം തീയതിയോടുകൂടി. അപ്പം മറുനാടൻ്റെ വാർത്ത നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കാം. ആ സ്ഥാപനവുമായി സഹകരിച്ചിരുന്ന ചിലരുടെ അതൃപ്തിയെ മുതലെടുത്തുകൊണ്ട് കൃത്യമായ അജണ്ടയോടുകൂടി ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടി ചിലർ രംഗത്തെത്തിയിരിക്കുന്നു. കേസെടുക്കാൻ പറ്റിയ ഒന്നുമില്ലാത്തതുകൊണ്ട് പോലീസോ മറ്റു സംവിധാനങ്ങളോ അന്വേഷണങ്ങളോ ഒന്നും ആരംഭിച്ചില്ലെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ വിമർശകരാരും തന്നെ ആ സ്ഥാപനത്തിൽ ഒരിക്കലെങ്കിലും പോയി അതിന്റെ പ്രവർത്തനം വിലയിരുത്തുകയോ അതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ന് മറുനാടൻ പറഞ്ഞതുപോലെ അവിടെ പോകുകയോ അവിടുത്തെ അന്തരീക്ഷമോ മുതുകാടിനെയോ ഇതേക്കുറിച്ച് തിരക്കാനോ മെനക്കെടാതെ മുതുകാടിൻ്റെ ആശാന്റെ വരെ ഇന്റർവ്യൂ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വായിച്ച് അതിന് താഴെ മുതുകാടിനെയും പുള്ളിക്കാരന് സംഭാവന കൊടുത്തവരുടെ അപ്പനപ്പൂപ്പന്മാർക്ക് വരെ പറഞ്ഞ് തെറി വിളിക്കുന്നവർ, കമന്റ് ഇടുന്നവർ വരെ ദയവായി ഇനിയും ഞാൻ ഈ കാണിക്കുന്ന കുറിപ്പ് ഒന്ന് വായിക്കുവാൻ അപേക്ഷ. JS അടൂർ എന്ന ജോൺ സാമുവൽ മാജിക് പ്ലാനറ്റിൽ പോയി അവിടെ കണ്ട കാഴ്ചകളും അവരോട് ചോദിച്ചറിഞ്ഞതുമായ ഒരു റിപ്പോർട്ടാണിത്. ആദ്യം JS അടൂരിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കണ്ട ശേഷം അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിക്കാം. ഇനി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. നിങ്ങൾ ഏകദേശം വായിച്ചു തീരുന്ന സമയം വെച്ച് നെക്സ്റ്റ് പേജ് വന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ വിവരണങ്ങളും അവിടുത്തെ അനുഭവങ്ങളും വായിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഈ സ്ഥാപനത്തിനെ കുറിച്ച് കുറച്ചെങ്കിലും അതിന്റെ നടത്തിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കുറിപ്പിനടിയിൽ പോലും വിളിച്ചു പറഞ്ഞിട്ടല്ലേ താൻ അവിടെ പോയതെന്നും മുതുകാടിൽ നിന്ന് എന്ത് പേയ്മെന്റ് കിട്ടി എന്നുവരെയുള്ള കമന്റുകൾ ഞാൻ കണ്ടിരുന്നു. ഇത് വായിച്ചിട്ടും അങ്ങേരെ അതിന്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് മുതുകാടിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്നും താൻ ഇതിന്റെ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടി മാത്രം പോയതാണെന്നും. എന്നിട്ടും അതിന് താഴെ ഇങ്ങനെ കമന്റ് ഇടുന്നവരെ കുറിച്ച് എന്ത് പറയണമെന്ന് അറിയില്ല. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി എഴുതി അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.